ഇന്നലെ സ്കൂൾ മാനേജ്മെന്റും പേരന്റും തമ്മിൽ ഒന്ന് സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്യാവോ പ്ലീസ്. ഇന്നലെ സ്കൂൾ മാനേജ്മെന്റും പേരന്റും തമ്മിൽ ഏകദേശം അമിക്കബിളി സെറ്റിലായ ഒരു സബ്ജക്റ്റിലാണ് വിദ്യാഭ്യാസ മന്ത്രി ആക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള വിഷയം എങ്ങനെ മനോഹരമായി പരിഹരിക്കാമോ ആ രീതിയിൽ അത് മനോഹരമായി പരിഹരിക്കുന്ന ഒത്തുതീർപ്പാകുന്ന ഒരു സമയത്ത് കുഞ്ഞിന്റെ പിതാവ് തന്നെ ഇന്നലെ പത്രസമ്മേളനം നടത്തി പറയുകയുണ്ടായി, എനിക്ക് സ്കൂളിൽ നിന്ന് കുഞ്ഞിനെ കൊണ്ടുപോകുവാൻ താല്പര്യമില്ല, ഞാൻ ഈ സ്കൂളിൽ എന്റെ കുഞ്ഞിനെ തുടർന്നും പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. സോ ഞാൻ എന്റെ കുഞ്ഞ് ഇനി വർഗീയത ആളിക്കത്തിക്കാൻ ഞാൻ അനുവദിക്കില്ല. എന്റെ കുഞ്ഞിന്റെ പേര് പറഞ്ഞ് വർഗീയത ആളിക്കത്തിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എന്ന് അദ്ദേഹം ഓപ്പണായി പത്രസമ്മേളനം നടത്തിയതിനു ശേഷമാണ് പബ്ലിക്കായിട്ട് ഒരു നോട്ടീസോ ഡിറക്ഷനോ ഓർഡറോ ഇന്നലെ വരെ നൽകാതെ ഇന്ന് രാവിലെ 9:15 ഇത്തരത്തിലൊരു നോട്ടീസ് കം ഓർഡർ നമുക്കിവിടെ മാനേജ്മെന്റിന് റിസീവ് ചെയ്യുന്നത്. ആൻഡ് ഈ കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് അബ്സല്യൂട്ട്ലി ഇൻകറക്റ്റ് ആണെന്നുള്ളത് കേരള ഹൈക്കോടതിയുടെ വിധികളും കർണാടക ഹൈക്കോടതിയുടെ വിധികളും പരിശോധിച്ചാൽ നമുക്കറിയാവുന്ന കാര്യമാണ്. ആൻഡ് വിദ്യാഭ്യാസ മന്ത്രി കാര്യങ്ങളെ യാതൊരു രീതിയിലും പഠിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാക്കുന്ന നോട്ടീസാണ് അദ്ദേഹത്തിന്റേത്. കാരണം അദ്ദേഹം പറയുന്നത് ഈ കുഞ്ഞിനെ ഈ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടു എന്നാണ്. ഈ കുഞ്ഞിനെ ഈ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടില്ല. ഈ കുട്ടി 7th, 8th, 10th ഈ സ്കൂളിൽ ഉണ്ടായിരുന്നു. ഈ സ്കൂളിൽ ഈ കുട്ടി ഹാജരാകുകയും ഹിജാബ് ധരിച്ച് ഹാജരായ കുഞ്ഞ് ഈ സ്കൂളിലെ ആർട്സ് ഡേ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്ന വിഷ്വൽസ് ഇവിടെ സ്കൂൾ മാനേജ്മെന്റിന് അവൈലബിൾ ആണ്. സോ ഈ വിവരങ്ങളൊന്നും വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ആൻഡ് അതർ മുസ്ലിം പേരന്റ്സ് ഹാവ് കം ടു ദി സ്കൂൾ ആൻഡ് കംപ്ലൈന്റ് സ്റ്റേറ്റിംഗ് ദാറ്റ് അവരുടെ കുഞ്ഞുങ്ങളോട് ഹിജാബ് ധരിച്ച് സ്കൂളിൽ ചെല്ലാൻ നിർബന്ധമായും ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് അവർക്കതിൽ ബുദ്ധിമുട്ടുണ്ട്. അവരുടെ കുഞ്ഞുങ്ങൾ ഇതുവരെ ഹിജാബ് ധരിച്ചല്ല സ്കൂളിൽ വന്നിരിക്കുന്നത്. സോ അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, പ്രഷർ ഉണ്ടാക്കുന്നു എന്ന് വന്ന് പരാതി പറഞ്ഞ പേരൻസിന്റെ വിഷ്വൽസ് അടക്കം നമുക്കുണ്ട്. സോ ദ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു ഫോളോ ദ ലോ ഓഫ് ദ ലാൻഡ്, ദ ലോ ഓഫ് ദ കോർട്ട്. സോ ഇതിനകത്ത് ഒരു അബ്സല്യൂട്ട്ലി ഇല്ലീഗലായ, അബ്സല്യൂട്ട്ലി പെർവേഴ്സായ കാര്യങ്ങൾ പഠിക്കാത്ത ഒരു ഓർഡറിലേക്കാണ് വിദ്യാഭ്യാസ മന്ത്രി കടന്നിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി ആ സ്റ്റാൻഡ് മാറ്റിയേ മതിയാവും. അതല്ല മാറ്റർ അമിക്കബിളി സെറ്റിൽഡ് ആണെങ്കിൽ കുട്ടിയുടെ പിതാവിനുമായി സംസാരിച്ച സ്കൂൾ മാനേജ്മെന്റ് ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കും. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വിദ്യാഭ്യാസ മന്ത്രി കാര്യങ്ങൾ പഠിക്കാതെ അവതരിപ്പിച്ചത്? അത് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കണം. അത് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കുന്നതാണ് അതിന്റെ എക്സ്പ്ലനേഷൻ. ഐ എം നോട്ട് ഹിയർ ടു സേ പൊളിറ്റിക്സ്, ഐ എം ഹിയർ ടു സേ ദ ലോ. തീർച്ചയായിട്ടും അതൊരു നോട്ടീസ് കം ഓർഡർ ആണ്. നോട്ടീസ് ഉണ്ട് അതിനകത്ത്. ആൻഡ് ദെൻ ഒരു അഡ്വേഴ്സ് ഫൈൻഡിംഗ് ഉണ്ട് സ്കൂൾ അതോറിറ്റീസിന് അഗെയിൻസ്റ്റ്, വിച്ച് ഈസ് അഗെയിൻസ്റ്റ് ദ ഫാക്ച്വൽ ബേസിസ് ഓഫ് ദ കേസ്. ഫാക്ച്വലി അത്തരത്തിലൊരു ഇവന്റ് ഈ സ്കൂളിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അപ്രീഷ്യബിളായ, അഡ്മയറബിളായ കാര്യം. കാരണം സ്കൂൾ ഒരിക്കലും മാനേജ്മെന്റ് ഈ കുഞ്ഞിനോട് അപമര്യാദയെ പെരുമാറുകയോ കുഞ്ഞിനെ വേദനിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇറ്റ് ഇസ് ബിറ്റ്വീൻ എ മദർ ആൻഡ് എ ചൈൽഡ്. നോട്ടീസിൽ എടുത്തു പറയുന്ന ഒരു കാര്യം, കുട്ടി ഇനി ഇതുപോലെ ശിരോവസ്ത്രം ധരിച്ചു വന്നാൽ സ്കൂളിൽ പഠിക്കാൻ അവസരം കൊടുക്കണമെന്നാണ്. അതിലാണല്ലോ ഒരു തർക്കം ഇരിക്കുന്നത്. അത് ലെറ്റ് ദ കോർട്ട് ഡിസൈഡ് ഓൺ ഇറ്റ്. കാരണം അത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ആ ഒരു ഡയറക്ഷൻ ഫോളോ ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത് സ്കൂൾ മാനേജ്മെന്റിന്റെ ഡിസിഷനാണ്. ആൻഡ് സ്കൂൾ മാനേജ്മെന്റ് എന്തായാലും ഒരു നോട്ടീസിൽ അഡ്വേഴ്സ് ഫൈൻഡിംഗ് ഉള്ള സ്ഥിതിക്ക് അത് ഞങ്ങളുടെ ഭാഗം ഇതാണ് എന്ന് സ്ഥാപിക്കേണ്ടത് സ്കൂൾ മാനേജ്മെന്റിന്റെ ക്ലിയർ ഡിസ്റ്റിങ്ഷനിൽ വരുന്ന കാര്യമാണ്. ഡെഫിനറ്റ്ലി യെസ്. തീർച്ചയായിട്ടും നമുക്ക് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡറിന് ഇല്ലീഗൽ ആണെന്നോ ആർബിട്രറി ആണെന്നോ തോന്നിക്കഴിഞ്ഞാൽ ഹൂ ഈസ് ദ അതോറിറ്റി ടു ഡിസൈഡ് ഓൺ? ഇറ്റ് ഈസ് ദ കോർട്ട്. തോന്നിക്കഴിഞ്ഞാൽ ഹൂ ഈസ് ദ അതോറിറ്റി ടു ഡിസൈഡ് ഓൺ? ഇറ്റ് ഈസ് ദ കോർട്ട്. പ്രവേശിപ്പിക്കില്ല എന്നാണോ ആ നിലപാടാണോ മാനേജ്മെന്റ്? നോക്കൂ, ഇതിനകത്ത് കുട്ടി ഹിജാബ് ധരിച്ച് എത്തിയ ദിവസങ്ങളിൽ കുട്ടിയെ പ്രവേശിപ്പിച്ചോ? യു ആൻസർ മീ. പ്രവേശിപ്പിച്ചിരുന്നു. സോ ദർ വാസ് നോ
intention on the part of the school authority to create a rift on that. അതിനകത്തൊരു മാനസിക സമ്മർദ്ദം ഉണ്ടാക്കാനോ അതിനകത്തൊരു വിഷയം ഉണ്ടാക്കാനോ സ്കൂൾ മാനേജ്മെന്റ് ആഗ്രഹിച്ചിരുന്നില്ല. സ്കൂൾ മാനേജ്മെന്റ് വ്യക്തമായും കൃത്യമായും പറഞ്ഞത് സ്കൂളിനൊരു യൂണിഫോം കോഡുണ്ട്. ദാറ്റ് ഈസ് ഫോർ ടു ഒബ്സർവ് ഇക്വാലിറ്റി എമംഗ് ദ കിഡ്സ്, എമംഗ് ദ ചിൽഡ്രൻ. ഇക്വാലിറ്റിയും സെക്കുലാരിസവും യൂണിറ്റിയും ബിൽഡ് ചെയ്യാൻ ഇൻകുൾക്കേറ്റീവായിട്ട് കുട്ടികൾക്കുള്ളിൽ തന്നെ, കുട്ടികളുടെ മനസ്സിൽ തന്നെ ഒരു തുല്യതാബോധം. നോക്കൂ, നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് തന്നെയാണ് ജെൻഡർ ന്യൂട്രൽ യൂണിഫോംസ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജെൻഡർ ന്യൂട്രൽ യൂണിഫോംസ് എന്ന് വെച്ചാൽ ലിംഗപരമായ വ്യത്യാസം പോലും ഇല്ലാതെ ആണും പെണ്ണും ഒരേ വസ്ത്രം ധരിച്ച് സ്കൂളിൽ എത്തേണ്ട ഒരു കാലത്ത് ഇത്തരത്തിലുള്ള മൈന്യൂട്ട് വിഷയങ്ങളിലായിരിക്കരുത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രദ്ധ. ഇപ്പൊ ഈ ശിരോവസ്ത്രം ധരിക്കുമ്പോൾ ആ ശിരോവസ്ത്രത്തിന് കൃത്യമായി യൂണിഫോം അനുസരിച്ചുള്ള നിറവും അല്ലെങ്കിൽ അതിന്റെ ഡിസൈനും ചെയ്യാം സ്കൂൾ മാനേജ്മെന്റ് അങ്ങനെ പറയുന്നുണ്ട്. It is for the school management to decide as to what is their uniform policy of the school. അത് സ്കൂൾ മാനേജ്മെന്റ് ഡിസൈഡ് ചെയ്യട്ടെ. ആൻഡ് ഇഫ് at all any adverse thing on that, let the court decide on it. അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡറിനെതിരെ നിങ്ങൾ കോടതിയെ സമീപിക്കാനാണ് ഡെഫിനറ്റ്ലി അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡറിൽ ഇല്ലീഗാലിറ്റീസ് ഉണ്ട്, ഇല്ലീഗൽ ഫൈൻഡിങ്സ് ഉണ്ട്. അഡ്വേഴ്സ് ടു ദ ഫാക്ട്സ് ആണ് ഫൈൻഡിങ്സ് എല്ലാം പോയിരിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാതെയുള്ള നിലപാടായി പോയി വിദ്യാഭ്യാസ വകുപ്പിന്റേത്. ഹിജാബ് ധരിച്ച് എത്തിക്കോട്ടെ കുട്ടി, അത് സ്കൂളിന് അതിന്റെ നിറമൊക്കെ തീരുമാനിക്കാമെന്നൊക്കെ ഓർഡറിലുണ്ട്. അത് നിങ്ങൾ അതിന് എതിരാണ്? സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ വകുപ്പ് ഫോളോ ചെയ്തിരിക്കുന്ന ഒരു ഓർഡറിനെ നമ്മൾക്ക് അതിനകത്ത് എതിർപ്പുണ്ടെങ്കിൽ വാട്ട് ഈസ് ടു ബി ഡൺ? They have to approach the court. മാനേജ്മെന്റും സഭാ അധികാരികളുമായിട്ട് സംസാരിച്ച് ഡിസൈഡ് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. ആൻഡ് they have to approach the court for the reason that the order is completely based on errors. ഫാക്ട്സ് അല്ല ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഓർഡർ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി അപ്രോച്ച് ചെയ്യുന്നു. ഈ ഓർഡറിൽ ഇതിന് പിന്നിൽ ഏതെങ്കിലും സംഘടിത നീക്കങ്ങൾ ഉണ്ടാവുമോ? അത് വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദിക്കണം. കുട്ടിയുടെ പിതാവുമായിട്ട് അമിക്കബിളി സെറ്റിൽ ചെയ്യാനുള്ള ഒരു ഡിസിഷനിലായിരുന്നു ഇന്നലെ വരെ ഉണ്ടായിരുന്നത്. കുട്ടിയുടെ പിതാവ് അതിന് റെഡിയായിരുന്നു. അദ്ദേഹത്തിന്റെ പത്രസമ്മേളനങ്ങൾ നിങ്ങൾ എല്ലാ ചാനലുകളും ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്, ഞാനും അത് കണ്ടിട്ടുള്ളതാണ്. സോ ഇതൊരു കേരളത്തിലെ ഒരു സമാധാന അന്തരീക്ഷത്തിന് വേണ്ട തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ബട്ട് വാട്ട് പെർപെട്രേറ്റഡ് ദ മിനിസ്റ്റർ ടു സ്റ്റേറ്റ് സോ is to be seen. മിനിസ്റ്ററുടെ ഭാഗത്തുനിന്ന് ഒരു എക്സ്പ്ലനേഷൻ നോട്ട്, ഒരു ഇത് എന്തുകൊണ്ട് ഇത് ഒത്തുതീർപ്പാക്കുന്നു എങ്കിൽ അല്ലെ ഒത്തുതീർപ്പാക്കണം എന്ന് പറഞ്ഞ് സ്കൂൾ മാനേജ്മെന്റിനെ ഇന്നലെ എനിക്ക് തോന്നുന്ന വൈകുന്നേരം മിനിസ്റ്ററുടെ സെക്രട്ടറിയെയും കോൺടാക്ട് ചെയ്യാൻ സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ധാരാളം ശ്രമങ്ങൾ ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു ഓർഡർ പാസ്സാക്കിയ വിവരം ഇവരെ അറിയിച്ചത് ഇന്ന് 9:15 ബാക്കിയുള്ളത് അറിഞ്ഞ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ്. നോക്കൂ, തീർച്ചയായിട്ടും ഇവിടെ ഡിക്ലറേഷൻസ് ഉണ്ട്. അത് നോർമലി എല്ലാ സ്കൂളുകളിലും സ്കൂളിന്റെ ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടാവും. സ്കൂൾ ഡയറിയിൽ സ്കൂളിന്റെ യൂണിഫോം എന്താണെന്ന് പ്രിസ്ക്രൈബ് ചെയ്യും. പിന്നെ ഒരു ഡിക്ലറേഷൻ ഫോം എഴുതി വാങ്ങും പേരന്റ്സിന്റെ കയ്യിൽ നിന്ന്. കാരണം തീർച്ചയായിട്ടും ഈ സ്കൂളിന്റെ യൂണിഫോം കോഡ് എന്താണെന്നുള്ളത് ഈ സ്കൂളിലെ തന്നെ ഡോക്യുമെന്റ്സിൽ നിന്ന് വ്യക്തമാണ്. ആൻഡ് മോർ ഓവർ ഇൻ ദിസ് മാറ്റർ വിദ്യാഭ്യാസ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ വന്നപ്പോൾ അറിഞ്ഞ സിസ്റ്റേഴ്സിൽ നിന്ന് പല കുട്ടികളും സ്കൂൾ ഫീസ് അടയ്ക്കാത്ത കുഞ്ഞുങ്ങൾ പോലും 2-3 വർഷമായിട്ട് സ്കൂൾ ഫീസ് അടയ്ക്കാൻ പറ്റാത്ത കുട്ടികളുടെ പോലും അവർ പോലും എക്സാംസ് എഴുതുന്ന ഒരു സർവീസ് ഓറിയന്റഡ് ആയ സ്കൂളാണിത്. സോ അത്തരം കുട്ടികളെ വേണേ ഈ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടാം, അത് അവരുടെ റൈറ്റ് ആണ് മാനേജ്മെന്റിന്റെ. എങ്കിൽ പോലും കഴിഞ്ഞ വർഷം സ്കൂൾ ഫീസ് അടയ്ക്കാത്ത, ഈ വർഷം സ്കൂൾ ഫീസ് അടയ്ക്കാത്ത എത്രയോ കുഞ്ഞുങ്ങൾ ഈ സ്കൂളിൽ അധ്യയനം നേടുന്നു. അവരെ ഈ സ്കൂൾ പറഞ്ഞു വിട്ടിട്ടില്ല. സോ പിന്നെ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ സ്കൂൾ മാനേജ്മെന്റിനോട് ഇത്തരത്തിലൊരു ഡയറക്ഷൻ കൊടുത്ത് തീർന്ന് എരിഞ്ഞടങ്ങി കത്തി തീർന്ന ഒരു വിഷയത്തിലേക്ക് വീണ്ടും എണ്ണ ഒഴിച്ചത് എന്താണെന്നുള്ളത്
വിദ്യാഭ്യാസ വകുപ്പ് മറുപടി പറയട്ടെ. സ്കൂളിനെതിരെ വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിക്കുന്നതാണല്ലോ പറഞ്ഞത്. അപ്പൊ അതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും പ്രത്യേക ലക്ഷ്യങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ? ഈ മെയിലിന്റെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. ഈ വാസ്തവവിരുദ്ധമായ കാര്യങ്ങളാണ് സ്കൂളിനെതിരെ പ്രചരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പൊ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു അതുണ്ടോ എന്നുള്ളത് അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തതയില്ല. ഇന്നലെ ഒരു ചർച്ച നടത്തുന്നതായി പറയുന്നു. ആ ചർച്ചയിൽ മാനേജ്മെന്റിൽ നിന്ന് ആരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ? കുട്ടിയുടെ പിതാവ് ആ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ടോ? അതിൽ സ്കൂൾ മാനേജ്മെന്റിനെ അറിയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എന്റെ അറിവ്. ആൻഡ് കുട്ടിയുടെ പിതാവുമായിട്ട് എംപിയുടെ നേതൃത്വത്തിൽ സംസാരിച്ചിട്ടുണ്ട്. പിതാവുമായി സംസാരിച്ചിട്ടുണ്ട്. സ്കൂൾ മാനേജ്മെന്റ് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വിഷയം പരിഹരിക്കുന്നതിനായി പിതാവുമായി സംസാരിക്കാനിരിക്കെയാണ് ഇത്തരത്തിലൊരു അഡ്വേഴ്സ് ഓർഡർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുണ്ടായത്. സ്കൂളിന്റെ യൂണിഫോം പോളിസിയെ സംബന്ധിച്ചിടത്തോളം ഹിജാബ് ധരിക്കാൻ പാടില്ലാത്തതാണ്. വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്ന് ലഭിച്ച ഓർഡർ ഹിജാബ് ധരിച്ച കുട്ടിയെ ക്ലാസ്സിൽ കയറ്റണമെന്നാണ്. അപ്പോൾ അതിന് അത് ഗവൺമെന്റിന്റെ ഒരു എഡ്യൂക്കേഷൻ പോളിസിയിലുള്ള സ്റ്റാൻഡാണ്. ദാറ്റ്സ് എ ന്യൂ സ്റ്റാൻഡ്. അത് ഒരു ഗവൺമെന്റ് എഡ്യൂക്കേഷൻ പോളിസിയിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എടുത്തിരിക്കുന്ന ഒരു പുതിയ സ്റ്റാൻഡാണത്. ആ ഒരു സ്റ്റാൻഡിന് എതിരെ ഒരു പക്ഷേ സ്കൂൾ മാനേജ്മെന്റ് ചിലപ്പോൾ അത് അബൈഡ് ചെയ്തോണമെന്ന് നിർബന്ധമില്ല. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ, യൂണിഫോം എന്ന് പറയുന്നത് ഇക്വാലിറ്റി കുട്ടികൾക്കുള്ളിൽ ഇൻകുൾക്കേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ്. ജെൻഡർ ന്യൂട്രൽ യൂണിഫോംസ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഗവൺമെന്റ് തന്നെ മറ്റൊരു തരത്തിൽ സംസാരിക്കുക എന്ന് പറയുന്നത് ഉചിതമാണോ എന്ന് ഗവൺമെന്റ് തീരുമാനമെടുക്കട്ടെ.